എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. അന്ന് വൈകുന്നേരം കുറച്ചു സമയം കൂടി ഞാൻ ചാപ്പലിൽ ചെലവഴിച്ചു. ഒരു പ്രത്യേക ആത്മാവിനെപ്പറ്റി ഞാൻ കർത്താവുമായി സംസാരിച്ചു. അവിടുത്തെ നന്മയിൽ ഉത്തേജിതയായി ഞാൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ പ്രചോദനങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വൈദികനെ അങ്ങ് എനിക്ക് തന്നു. എന്നാൽ അങ്ങ് അദ്ദേഹത്തെ ഇപ്പോൾ എന്നിൽ നിന്ന് വീണ്ടും എടുക്കുകയാണല്ലോ. വിൽനൂസിൽ ഞാൻ എന്തു ചെയ്യും? അവിടെ ഞാൻ ആരെയും അറിയുകയില്ല. അവിടുത്തെ ആളുകളുടെ ഭാഷ പോലും എനിക്ക് അന്യമാണ്. കർത്താവിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ തനിയെ വിടുകയില്ല. ഫാദർ ആൻഡ്രാഷിലൂടെ എന്നിലേക്ക് കർത്താവ് ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ദർശനത്തിൽ കുമ്പസാരക്കൂടിനും അൾത്താരയ്ക്കും മധ്യേ നിൽക്കുന്നത് കണ്ട വൈദികനെ പറ്റി ഞാൻ ഓർത്തു. എന്നെങ്കിലും അദ്ദേഹത്തെ എനിക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രത്യാശിച്ചു. ഞാൻ കേട്ട വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് സുവ്യക്തമായി കടന്നു വന്നു. ഇവിടെ ഭൂമിയിൽ എൻ്റെ അഭിഷ്ടം നിറവേറ്റാൻ അദ്ദേഹം നിന്നെ സഹായിക്കും. ഇന്ന് 27 മെയ് 1933. ഞാൻ വിൽനൂസിലേക്ക് പോവുകയാണ്. മഠത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഞാൻ പൂന്തോട്ടത്തിലേക്കും ഭവനത്തിലേക്കും നോക്കി. നോയിഷറ്റിലേക്ക് ഞാൻ കണ്ണോടിച്ചപ്പോൾ പെട്ടെന്ന് കവിളിലൂടെ കണ്ണീർ ഒഴുകി. എൻ്റെ മേൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെയും കൃപകളെയും കുറിച്ച് ഞാൻ ഓർത്തു. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി പൂന്തോട്ടത്തിൽ ഞാൻ കർത്താവിനെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, കരയേണ്ട, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നോട് സംസാരിച്ചപ്പോൾ എന്നിൽ നിറഞ്ഞ ദൈവ സാന്നിധ്യം യാത്രയിൽ ഉടനീളം എന്നെ അനുധാവനം ചെയ്തു. എൻ്റെ യാത്രയിൽ ചെസ്താഹോവ സന്ദർശിക്കുവാനുള്ള അനുവാദം ലഭിച്ചിരുന്നു. രാവിലെ 5 മണിക്ക് ചിത്രത്തിൻ്റെ അനാച്ഛാദനത്തിൽ സംബന്ധിച്ചപ്പോൾ ദൈവമാതാവിൻ്റെ ചിത്രം ഞാൻ ആദ്യമായി കണ്ടു. 11 മണി വരെ തടസ്സം കൂടാതെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. സമയം കടന്നുപോയത് ഞാൻ അറിഞ്ഞില്ല. ആ മഠത്തിലെ സുപ്പീരിയർ മദർ സെറാഫിൻ പ്രാതൽ കഴിക്കാൻ എന്നെ വിളിക്കാനായി ഒരു സിസ്റ്ററിനെ അയച്ചു. എനിക്ക് തീവണ്ടി കിട്ടാതെ വരുമോ എന്ന് ചിന്തിച്ച് അവർ ആകുലപ്പെട്ടു. ദൈവമാതാവ് എന്നോട് വളരെ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ നിത്യവ്രത വാഗ്ദാനങ്ങൾ ഞാൻ മാതാവിനെ ഭാരമേൽപ്പിച്ചു. ഞാൻ മാതാവിൻ്റെ കുഞ്ഞും മാതാവ് എൻ്റെ അമ്മയുമാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ അപേക്ഷകളിലൊന്നും അമ്മ നിരസിച്ചില്ല. ഇന്ന് ഞാൻ വിൽനൂസിലെത്തിയിരിക്കുന്നു. ചിതറിക്കിടക്കുന്ന കുറേ ചെറിയ കുടിലുകളിലാണ് മഠം സ്ഥിതി ചെയ്യുന്നത്. യുസേഫുവിലെ വലിയ കെട്ടിടം കണ്ടിട്ടുള്ള എനിക്ക് ഇത് വിചിത്രമായി തോന്നി. 18 സിസ്റ്റേഴ്സ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മഠം വളരെ ചെറുതായിരുന്നെങ്കിലും സമൂഹ ജീവിതം കൂടുതൽ ഗാഢ സൗഹൃദമുള്ളതായിരുന്നു. എല്ലാ സിസ്റ്റേഴ്സിനും വളരെ സ്നേഹപൂർവ്വം എന്നെ സ്വീകരിച്ചു. അത് പിന്നീട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതിന് എനിക്ക് വളരെ സഹായകരമായിരുന്നു. എൻ്റെ വരവ് പ്രമാണിച്ച് സിസ്റ്റർ ജസ്റ്റിൻ നിലം പോലും ഉരച്ചു വൃത്തിയാക്കിയിരുന്നു. ആരാധന സമയത്ത് ചില വ്യക്തികളോട് ഞാൻ എപ്രകാരം വർത്തിക്കണമെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഈശോയുടെ ഏറ്റവും ആദരമുള്ള ഹൃദയത്തിൽ സർവശക്തിയും കൂടി ഞാൻ മുറുകെ പിടിച്ചു. അൽമായ സഹോദരങ്ങളുമായി അടുത്ത സമ്പർക്കം ആവശ്യമായിരുന്ന പൂന്തോട്ടത്തിലെ ജോലി മൂലം പുറത്തു നിന്നുള്ള വളരെ പ്രലോഭനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞു. കുമ്പസാരത്തിൻ്റെ ആഴ്ച വന്നു. വിൽനൂസിൽ വരുന്നതിന് മുമ്പ് തന്നെ ദർശനത്തിൽ കണ്ട വൈദികനെ ഞാൻ നേരിൽ കണ്ടു. എനിക്ക് വലിയ സന്തോഷമായി. ആ സമയത്ത് ആത്മാവിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു, ഇതെൻ്റെ വിശ്വസ്തദാസൻ, എൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റാൻ അവൻ നിന്നെ സഹായിക്കും. എങ്കിലും കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്നെ തുറന്നു കാട്ടിയില്ല. കുറേ നാളത്തേക്ക് ഞാൻ കൃപയുമായി മല്ലടിച്ചു. ഓരോ കുമ്പസാര സമയത്തും പ്രത്യേകമായ വിധത്തിൽ ദൈവത്തിൻ്റെ കൃപ എന്നിൽ നിറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയില്ല. മാത്രമല്ല, ആ വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകേണ്ട എന്ന ചിന്തയും എന്നിലുണ്ടായി. ഈ തീരുമാനത്തിന് ശേഷം ഒരു വലിയ ഉത്കണ്ഠ അനുഭവപ്പെട്ടു. ദൈവം കഠിനമായി എന്നെ കുറ്റപ്പെടുത്തി. എന്നാൽ ആ വൈദികൻ്റെ മുമ്പിൽ എൻ്റെ ആത്മസ്ഥിതി പൂർണ്ണമായും വെളിപ്പെടുത്തിയപ്പോൾ ഈശോ കൃപയുടെ ഒരു സാഗരം തന്നെ അതിലേക്കൊഴുക്കി. ഒരു പ്രത്യേക കൃപയോട് വിശ്വസ്തത പുലർത്തേണ്ടതിൻ്റെ അർത്ഥം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഒരു കൃപകളുടെ ഒരു പരമ്പര തന്നെ നമ്മിലേക്ക് കൊണ്ടുവരും. ഓ എൻ്റെ ഈശോയെ, എന്നെ അങ്ങയുടെ കൂടെ നടത്തണമേ. ഞാൻ എത്ര ദുർബലയാണെന്ന് കാണുക. തനിയെ ഒരടി വയ്ക്കാൻ പോലും ഞാൻ അശക്തയാണ്. നിസ്സഹായയായ ഒരു കുഞ്ഞിൻ്റെ അമ്മയെപ്പോലെ, അതിലും കൂടുതലായി ഈശോയെ, അങ്ങ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. ജോലിയുടെയും ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും ദിവസങ്ങൾ ആരംഭിച്ചു. മഠത്തിലെ പതിവനുസരിച്ച് എല്ലാം നടന്നുകൊണ്ടിരുന്നു. നിയമങ്ങൾ എല്ലാ മഠത്തിലും ഒന്നാണെങ്കിലും ഓരോ ഭവനത്തിലും അതിൻ്റേതായ ശൈലിയുണ്ട്. അതിനാൽ ഒരു നോവീസിനെ പോലെ തന്നെ അതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമായിരുന്നു. അതിനാൽ ഓരോ മാറ്റവും ഒരു ചെറിയ നോയിഷറ്റ് പോലെ ആയിരുന്നു.
ഓഗസ്റ്റ് 5, 1933 കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ. ഇന്ന് അഗ്രാഹ്യമായ ഒരു വലിയ കൃപ എനിക്ക് ലഭിച്ചു. ഈ ജീവിതം മുഴുവനും നിത്യതയിലും ഈ ആന്തരിക കൃപയ്ക്കായി ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. അവിടുത്തെ ദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതാണ് ഈശോയ്ക്ക് ഏറ്റവും പ്രീതികരമെന്ന് ഈശോ എന്നോട് പറഞ്ഞു. ഇപ്രകാരമുള്ള ധ്യാനം വഴി ആത്മാവിന് വലിയ പ്രകാശം ലഭിക്കുന്നു. യഥാർത്ഥമായി എളിമ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കണം. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മുമ്പ് എനിക്ക് മനസ്സിലാക്കാൻ അസാധ്യമായിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് എനിക്ക് ലഭിക്കുന്നു. ഓ ഈശോയെ, എനിക്ക് അങ്ങയെപ്പോലെയാകണം. അങ്ങ് ക്രൂശിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു. ഈശോയെ, അങ്ങയുടെ എളിമ എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും പതിപ്പിക്കണമേ. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹത്താൽ എന്നെ ലഹരി പിടിപ്പിക്കണമേ. പ്രവാചകൻ യെശയ്യാ 53:2-9 പറയുന്നത് പോലെ സഹനത്താൽ തകർക്കപ്പെട്ടു മനുഷ്യനെന്ന് തോന്നാത്ത വിധം പീഡകളാൽ അവിടുന്ന് വിരൂപനാക്കപ്പെട്ടു. അങ്ങയുടെ ഈ അവസ്ഥയിലാണ് ഈശോയെ ഞാൻ അങ്ങയെ ഉന്മാദപൂർവ്വം സ്നേഹിക്കുന്നത്. ഓ നിത്യനും അനന്തനുമായ ദൈവമേ, സ്നേഹം അങ്ങയോട് എന്താണ് ചെയ്തത്? ഒക്ടോബർ 11, 1933 വ്യാഴം. വളരെ പ്രയാസപ്പെട്ട് തിരുമണിക്കൂർ ഞാൻ ആരംഭിച്ചു. ഒരു പ്രത്യേക അഭിവാജ്ഞ എൻ്റെ ഹൃദയത്തെ പിളർന്നുകൊണ്ടിരുന്നു. ഏറ്റവും ലളിതമായ പ്രാർത്ഥന പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം എൻ്റെ മനസ്സ് മന്ദീഭവിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ 1 മണിക്കൂർ അല്ല, മൽപ്പിടുത്തത്തിൻ്റെ 1 മണിക്കൂർ കടന്നുപോയി. 1 മണിക്കൂർ കൂടി പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനമെടുത്തു. എന്നാൽ എൻ്റെ ആന്തരിക സഹനം കൂടി വന്നു. വലിയ വിരസതയും വരൾച്ചയും എനിക്ക് അനുഭവപ്പെട്ടു. 3-1 മണിക്കൂർ കൂടി പ്രാർത്ഥിക്കാൻ ഞാൻ നിശ്ചയിച്ചു. ഈ മണിക്കൂർ യാതൊരു താങ്ങുമില്ലാതെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു. ശരീരം വിശ്രമത്തിനായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ഒരു വിധത്തിലും കീഴ്പ്പെട്ടില്ല. കൈകൾ വിരിച്ചു പിടിച്ചു. ഒരു വാക്കും ഉച്ചരിച്ചില്ലെങ്കിലും മനോധൈര്യത്തോടെ പിടിച്ചു നിന്നു. കുറച്ചു സമയത്തിന് ശേഷം എൻ്റെ മോതിരം ഊരിയെടുത്ത് ഈശോയോടുള്ള നിത്യ ഐക്യത്തിൻ്റെ അടയാളമായ അതിലേക്ക് നോക്കാൻ ഞാൻ ഈശോയോട് ആവശ്യപ്പെട്ടു. നിത്യവ്രത വാഗ്ദാനത്തിൻ്റെ ദിവസം എനിക്കുണ്ടായ വികാര വായ്പകളെ ഈശോയ്ക്ക് സമർപ്പിച്ചു. കുറച്ചു സമയത്തിന് ശേഷം എൻ്റെ ഹൃദയം സ്നേഹത്തിൻ്റെ തിരമാലയുടെ തരംഗങ്ങളാൽ പൂരിതമായി. ആത്മാവിൻ്റെ പെട്ടെന്നുള്ള പ്രവർത്തനം, ഇന്ദ്രിയങ്ങൾ ശാന്തമായി. എൻ്റെ ആത്മാവ് ദൈവസാന്നിധ്യത്താൽ പൂരിതമായി. എനിക്കിത്ര മാത്രം അറിയാം, ഈശോയും ഞാനും മാത്രമാണ്. എൻ്റെ നിത്യവ്രത വാഗ്ദാനം കഴിഞ്ഞ് തിരുമണിക്കൂർ നടത്തിയപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഈശോ എൻ്റെ സമീപം നിൽക്കുന്നതായി ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടും ശരീരം മുഴുവനും മുറിവിനാൽ ആവരണം ചെയ്യപ്പെട്ടും നയനങ്ങൾ രക്തത്താലും കണ്ണീരാലും നിറഞ്ഞൊഴുകിയും വിരൂപമാക്കപ്പെട്ട മുഖം തുപ്പലുകളാൽ ആവൃതമായും ഈശോ എൻ്റെ മുമ്പിൽ നിന്നു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മണവാട്ടി മണവാളന് സദർശിയായിരിക്കണം. ആ വാക്കുകളുടെ അർത്ഥത്തിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു സംശയത്തിനും ഇടമില്ലായിരുന്നു. സഹനത്തിലും എളിമയിലുമാണ് ഈശോയുമായി സാദൃശ്യം പ്രാപിക്കേണ്ടത്. കാണുക, മനുഷ്യരോടുള്ള സ്നേഹം എന്നോട് എന്താണ് ചെയ്തത്. എൻ്റെ മകളെ, വളരെ ആത്മാക്കൾ എനിക്ക് നിരസിക്കുന്നതെല്ലാം ഞാൻ നിൻ്റെ ഹൃദയത്തിൽ കണ്ടെത്തുന്നു. നിൻ്റെ ഹൃദയം എൻ്റെ വിശ്രമ സ്ഥലമാണ്. പലപ്പോഴും പ്രാർത്ഥനയുടെ അവസാനം വരെ ഞാൻ വലിയ കൃപകളുമായി കാത്തു നിൽക്കുന്നു. ഒരിക്കൽ എൻ്റെ ആത്മീയ പിതാവിൻ്റെ ഫാദർ സൊപ്പോച്കോ നിയോഗത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ നൊവേന നടത്തി. കർത്താവ് പറഞ്ഞു, നിന്റെ അധികാരികൾ നിന്നെ ഇവിടെ അയക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ നിനക്ക് വെളിപ്പെടുത്തി. നീ എപ്രകാരം നിന്റെ കുമ്പസാരക്കാരനോട് പെരുമാറുന്നുവോ അപ്രകാരം ഞാൻ നിന്നോട് പെരുമാറും. നീ എന്തെങ്കിലും ഒരു ചെറിയ കൃപ പോലും അവനിൽ നിന്ന് മറച്ചു വെച്ചാൽ ഞാനും നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കും. നീ തനിച്ചാകും. അതിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ പിന്തുടർന്നു. എൻ്റെ ആത്മാവിൽ ആഴമായ സമാധാനം വന്നു നിറഞ്ഞു. ദൈവം എങ്ങനെ കുമ്പസാരക്കാരെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി.